ആവശ്യത്തിനുള്ള മൈദ, 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുത്തു, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയുടെ അളവ് നമ്മൾ കുറച്ചിട്ടാൽ മതിയാവും, അല്ലെങ്കിൽ അതിൻ്റെ കുത്തൽ വരും. പിന്നെ അതിലേക്ക് എള്ള്, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം മൈദ ഇട്ട് കൊടുത്തു, അതിലേക്ക് പുട്ടുപൊടിയാണ് നമ്മൾ അതിൻ്റെ ശരിക്കും ക്രിസ്പാവാനായിട്ട് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അതിലേക്ക് പഞ്ചസാരയും മഞ്ഞപ്പൊടിയും എള്ളും, ഇത്ര ഐറ്റമാണ് നമ്മൾ പഴംപൊരി തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ ആഡ് ചെയ്തത്. ഇനി അത് ടൈറ്റായിട്ട് തന്നെ കുഴയ്ക്കുക. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ മിക്സിങ് ശരിക്കും ടൈറ്റായിട്ട്, അത് ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് പഴംപൊരിയുടെ പുറത്ത് ആ ഒരു ഗ്ലേസിങ് കിട്ടില്ല, അതൊരു ഫിനിഷിങ് ഇല്ലാണ്ട് വരും. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ശരിക്കും ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ പഴംപൊരിക്ക് ഒട്ടും കട്ടിയില്ലാതെ തന്നെ പുറത്തെ ലെയർ വളരെ നൈസായിട്ട് പോകും, കാണാനും ഭംഗി ഉണ്ടാവില്ല. അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ, അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ഇഷ്ടത്തിന്. ഉപ്പ് എന്ത് സാധനത്തിൻ്റെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് വരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ എല്ലാ സാധനത്തിനും ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. നമ്മളിവിടെ 5 പഴം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ചെറിയ പഴത്തെ വെറുതെ 2ആയിട്ട് മാത്രമേ കട്ട് ചെയ്തിടുന്നുള്ളൂ. ടൈറ്റായിട്ടുള്ള മാവിലേക്ക് നമ്മൾ പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വലിയ പഴം ആണെങ്കിൽ നമുക്കതിനെ 3 പീസാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ 3 പീസാക്കി എടുക്കുന്നുണ്ട്. ഒരേ വലുപ്പത്തിലുള്ള പഴവും കറക്റ്റ് പഴുപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. പച്ച പഴമാണെങ്കിൽ ഒരിക്കലും ആ ഒരിടത്ത് കിട്ടില്ല. ഇനി നമ്മൾ എണ്ണ ചൂടായെന്ന് നോക്കി, എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാവാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഴംപൊരി ഒരിക്കലും പൊന്തി വരികയില്ല, താഴത്ത് അതിൻ്റെ ഒരു ഇത് ടച്ച് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ലെയർ നമുക്ക് കിട്ടില്ല. ഫയർ എപ്പോഴും ശ്രദ്ധിക്കണം, കറക്റ്റ് ഫയറിലായിരിക്കണം നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കുക. ടൈറ്റ് മാവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് പരസ്പരം കൂട്ടി ചേർന്നിരിക്കും. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു ഇത്തിരി കഴിയുമ്പോൾ തന്നെ അതിന് വിടിയിച്ചിടുക. മാവ് ശരിക്കും 1/2 മണിക്കൂറോളം പുളിച്ച് മാവിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാറ്റർ തയ്യാറാക്കി ഒരിക്കലും അപ്പം തന്നെ പഴംപൊരി ഇട്ട് കൊടുക്കരുത്. 1/2 മണിക്കൂറോളം മാവ് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അല്പം ബേക്കിംഗ് സോഡയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മാവ് ശരിക്കും പുളിപ്പിക്കുക. അതിൽ ദോശമാവൊക്കെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാലും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഇത് കിട്ടും. ഇതിൽ പുട്ടുപൊടിയാണ് നമ്മൾ ഈ പഴംപൊരി കുറച്ച് ക്രഞ്ചി ആയിട്ട് ഇരിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ ശരിക്കും ഒടിഞ്ഞു പോകും, അതിനൊരു ഇതായിട്ട് കിട്ടില്ല. നമ്മുടെ മാവ് ശരിക്കും പുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴംപൊരി കറക്റ്റായിട്ട് പൊന്തി വരും, ജസ്റ്റ് ഒരു വിധം ലെയറായിട്ട് തന്നെ വരും. നമ്മൾ പഞ്ചസാരയുടെ അളവ് ഇടുന്നതുകൊണ്ട് ശരിക്കും ബ്രൗൺ ആയിട്ട് തന്നെ ഇത് കിട്ടുന്നത്. പഞ്ചസാര കൂട്ടിയിട്ടാൽ നല്ല ബ്രൗൺ കളറിൽ ഈ സാധനം കിട്ടും. നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്.